നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ആദ്യം ഉണ്ടാകുന്ന ഓളം അങ്ങോട്ട് മാറും, പ്രശ്നങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഈ വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്ക് ഏറ്റവും അടിയന്തരമായി നേരിടാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും താങ്കളുടെ ദൃഷ്ടിയിൽ? ഏറ്റവും അടിയന്തരമായ പ്രശ്നം സാമ്പത്തികമായിരിക്കും. കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമാണ്. ഖജനാവ് കാലിയാണ്. അല്ല, കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു നല്ലൊരു ഖജനാവ്. വി.ഡി. സതീശൻ ഞാനുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞത് പൂച്ച പറ്റി കിടക്കാമെന്നാണ്. അതെ. അപ്പോൾ പൂച്ചയും പുലിയൊന്നും പറ്റി കിടക്കുകയല്ല. അദ്ദേഹം പറഞ്ഞത് ഒരു നല്ലൊരു ഖജനാവ്, ഒരു 6000 കോടിയൊക്കെ ബാക്കി വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഭരിച്ചോട്ടെന്ന് വിചാരിച്ചു. വൈറ്റ് പേപ്പർ വരാൻ പോവല്ലോ, ധവളപത്രം പുറത്തിറക്കാൻ പോവാണല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം കിട്ടുമല്ലോ. അത് വളരെ കൃത്യമാണ്. അത് പിന്നെ ധവളപത്രം പുറത്തിറങ്ങാതെ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും ഖജനാവ് കാലിയാണ്. കാരണം എത്രയാണ് കുടിശ്ശിക? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, UDF ഗവൺമെൻറ് കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. കാരുണ്യ പദ്ധതി, ആശുപത്രികൾക്ക് എത്രയാണ് കുടിശ്ശിക? ഈ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുടെ ഭക്ഷണത്തിനുള്ള പിന്നെ പൈസ പോലും കൊടുക്കാതെ ഹെഡ് മാസ്റ്റർമാർ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്ന ഒരു സ്ഥിതിയല്ലേ സംസ്ഥാനത്തുണ്ടായത്? എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായ കാര്യമാണ്. അതിനൊന്നും വലിയ തുകയൊന്നും വേണ്ട. ഇങ്ങനെ വളരെ അടിയന്തരമായി കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ കുടിശ്ശിക വരുത്തിയ ഒരു സർക്കാർ കയ്യിൽ പണമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വയനാട് പദ്ധതിയുടെ ഫണ്ടൊക്കെ വേറെ രീതിയിൽ തിരിമറി നടത്തി എന്ന് വേണം അനുമാനിക്കാൻ. കാരണം അത്രയധികം, ഏതാണ്ട് 770 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്തതാണ്, സർക്കാരിൻ്റെ ഫണ്ടല്ല. അത്രയധികം ഫണ്ട് ഉണ്ടായിട്ട് പോലും കൃത്യമായി അവിടെ വീട് പണി തുടങ്ങാനോ പൂർത്തിയാക്കാനോ, ഇനി പൂർത്തിയായ വീടുകൾ തന്നെ മതിയായ രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനോ ഒന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ ആരാ ഏൽപ്പിച്ചപ്പോൾ ഊരാളുങ്കൽ, എപ്പോഴും പറയുന്ന ഊരാളുങ്കൽ വളരെ സ്പീഡിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഒരു കമ്പനിയാണ്, സൊസൈറ്റിയാണെന്നൊക്കെയാണ്. അവർക്ക് പോലും പണം കുടിശ്ശികയുള്ളത് കൊണ്ടാണ് കൃത്യമായി വർക്ക് നടത്താൻ കഴിയാത്തതെന്ന് അവർ പോലും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെങ്കിൽ, സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ ഊരാളുങ്കൽ, അവർക്ക് പോലും കുടിശ്ശികയുണ്ട് എന്ന് പറയണമെങ്കിൽ ഈ സർക്കാർ ഖജനാവ് പൂച്ച വെട്ടിക്കിടക്കുന്ന ഒരു ഖജനാവായതുകൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി, കാരണം പല പ്രോമിസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശൻ തന്നെ എന്ന് പറയുന്നത് പ്രോമിസ് കൊടുക്കാൻ എളുപ്പമാണ്, അത് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അത് പാലിക്കണമെങ്കിൽ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ? കൂടുതൽ ടാക്സ് പിരിക്കാൻ പറ്റുമോ? കുടിശ്ശികയുള്ള ടാക്സുകൾ പിടിക്കാൻ പറ്റുമോ? പിരിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതായിരിക്കും ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ വെല്ലുവിളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.